കഥയുടെ തുടക്കത്തിൽ ഒരു മൈനിങ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർ വലിയ വലിയ മെഷീനറീസ് ഉപയോഗിച്ച് ഭൂമിക്കടിയിലോട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ സംഭവിക്കുകയാണ്. വലിയൊരു ഭൂമി കുലുക്കം വന്നതുപോലെ ആ ഒരു മെഷീൻ കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങും. എല്ലാ ആൾക്കാരും കൂടെ അവിടുത്തെ ക്യാമറ വന്ന് പരിശോധിക്കുകയാണ്. മണ്ണിന്റെ അടിയിൽ എന്താണ് ഇങ്ങനെ കുലുങ്ങുന്നത്, എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പൊ ഇവർ ക്യാമറയിൽ നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. എന്തോ ഒരു ജീവി മുകളിലോട്ട് കയറി വരുന്നതായിട്ട്. പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. കുറെ അധികം ജീവികൾ അതുപോലത്തതായിട്ടുണ്ട്. ഇപ്പൊ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ കാര്യം നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചു നോക്കും. എന്നാൽ ആരും വിളി കേൾക്കുന്നില്ല. പെട്ടെന്നായിരിക്കും എന്തോ ഒരു ജീവി വന്ന് ഇയാളുടെ കഴുത്തിലിട്ടൊരു വാന്ത് കൊടുക്കുക. കഴുത്ത് മുറിഞ്ഞിട്ട് ചോര വരുന്നുണ്ട്. അതുപോലെ ഇയാൾ താഴെയും വീഴുന്നുണ്ട്. ഇയാൾ പിന്നിലോട്ട് അങ്ങനെ മാറി മാറി പോകുമ്പോൾ ആ ജീവി ഇയാളുടെ അടുത്തോട്ട് വരികയാണ്. അത് വലിയൊരു പക്ഷി പോലത്തെ ജീവിയാണ്. പണ്ടത്തെ ഡൈനോസറൊക്കെ ഇല്ലേ, അതുപോലത്തെ പക്ഷി പോലത്തെ ജീവി. ഇപ്പൊ മണ്ണിന്റെ അടിയിൽ നിന്ന് കയറി വന്നത് അത് കണക്കത്തെ കുറെ അധികം ജീവികളാണ്. ആ ജീവി വന്നിട്ട് അയാളെ കടിച്ചു കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെയും ആ ജീവികളെ ആക്രമിച്ച് കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന് പുറത്ത് കാണിക്കുകയാണെങ്കിൽ കുറേയധികം ലക്ഷക്കണക്കിന് പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. സാധാ പക്ഷികളല്ല, ഇത് കണക്കത്തെ ഭീമാകാരായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള പക്ഷികളാണ്. അത് ലോകത്തിന്റെ പല ഭാഗത്തും വ്യാപിക്കുന്നുണ്ട്. പല മനുഷ്യരെയും കൊന്നുകളയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് സോളാർ എക്ലിപ്സ് നടക്കുന്നുണ്ട്. അതായത് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ 15 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. ജോൺ ഇപ്പൊ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ട് ഒരു വെന്റ് ഉണ്ട്. ഒരു ഓഫീസാണ്. അതിന്റെ മുകളിലായിട്ടുള്ള ഒരു വെന്റിൽ കൂടെ അങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോവാണ്. ഈ വെന്റിനുള്ളിൽ എന്തോ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇഴഞ്ഞു ചെല്ലുമ്പോൾ അവിടെ ആയിട്ട് എന്തോ ഒരു ജീവി ചത്ത് കിടപ്പുണ്ട്. അതിനെ എടുത്ത് പൊതിഞ്ഞ് താഴെ ഇറങ്ങി വരികയാണ്. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ജീവിയുടെ ബോഡി എടുത്ത് കളയാണ്. ഇപ്പൊ ജോൺ താഴോട്ടിറങ്ങി വന്ന നേരത്ത് അവിടുത്തെ ടിവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 15 വർഷം മുമ്പ് നടന്നതുപോലത്തെ ഒരു സൂര്യഗ്രഹണം വീണ്ടും നടക്കാനായിട്ട് പോകുകയാണെന്ന്. എന്തായാലും എവരാരും പേടിക്കുന്നൊന്നുമില്ല. പക്ഷെ 15 വർഷം മുമ്പുള്ള കാര്യം ഓർമ്മ വരുന്നുണ്ട്. 15 വർഷം മുമ്പ് സൂര്യഗ്രഹണം നടന്നപ്പോഴാണ് ആ കുഴിയിൽ നിന്ന് കുറേയധികം ജീവികൾ കയറി വന്നിട്ട് കുറേയധികം മനുഷ്യരെ കൊന്നു കളഞ്ഞത്. ആ ഒരു ചെറിയ പേടി അവരുടെ മനസ്സിലുണ്ട്. ഇതിനുശേഷം ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ആ സ്കൂളിൽ തന്നെ ഒരു സയൻസ് ടീച്ചറായിട്ട് ലോറ എന്ന് പറയുന്ന ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ജോണിനെ കണ്ടില്ലേ, ജോണിന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു. ആദ്യത്തെ ഭാര്യ എന്ന് പറയാൻ പറ്റത്തില്ല, ഡിവോഴ്സ് ആയി കഴിഞ്ഞു. ജോൺ വേറെ കെട്ടിയിട്ടുമില്ല. ഇപ്പൊ ലോറയാണെങ്കിൽ ആ ലാബിൽ നിന്ന് വർക്ക് ചെയ്യുന്ന നേരത്ത് അങ്ങോട്ട് മിൽട്ടൺ എന്ന് പറഞ്ഞ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വരുന്നുണ്ട്. ഇയാൾക്ക് നമ്മുടെ ലോറയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇപ്പൊ ഈ മിൽട്ടൺ ആണെങ്കിൽ ലോറയുടെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് എന്തോ അസ്ഥി കൂടെ എടുത്തോണ്ട് പോകുന്നുണ്ട്, ഒരു സ്കെലട്ടൺ. അത് എടുത്തോണ്ട് പോകുന്ന നേരത്തെ ലോറയോട് ചോദിക്കുന്നുണ്ട്, 15 വർഷമായില്ലേ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട്, എന്റെ കൂടെ ഒന്ന് ഡിന്നർ കഴിക്കാനായിട്ട് വന്നോടെന്ന്. പക്ഷെ ലോറ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ മിൽട്ടൺ വിഷമിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ലോറ ഒന്നും കൂടെ വിളിച്ചിട്ട് പറയാണ്, നമുക്ക് ഈ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ പുറത്തു പോയി കഴിക്കാന്ന്. അതായത് ലോറയ്ക്ക് മിൽട്ടനോട് താല്പര്യമുണ്ട്, പുറത്തു പോയി കഴിക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ലോറയും അതുപോലെ തന്നെ ജോണും ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു മോനുണ്ട്. ആ മോന് തിങ്കൾ തൊട്ട് വെള്ളി വരെ ലോറയുടെ കൂടെ, അതുപോലെ തന്നെ ശനി ഞായറും ജോണിന്റെ കൂടെയാണ് നടത്തുന്നത്. അപ്പൊ ശനി ഞായറും ജോണിന്റെ കൂടെ ആയിരിക്കും മോൻ. അതുകൊണ്ട് തന്നെ ലോറയ്ക്ക് മിൽട്ടന്റെ കൂടെ പോകാനായിട്ട് സൗകര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ശനിയാഴ്ച ഞായറാഴ്ച പോവാന്ന് പറഞ്ഞത്. ഇതേ നേരം തന്നെ മോനെ കാണിക്കുകയാണെങ്കിൽ അവനൊരു സ്കേറ്റ് പാർക്കിൽ വന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അവന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. കാരണം 15 വർഷം മുമ്പേ നടന്നിട്ടുള്ള അതേപോലത്തെ സൂര്യഗ്രഹണം വീണ്ടും നടക്കാനായിട്ട് പോവാണ്. അവൾക്കൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ ആ സൂര്യഗ്രഹണത്തിൽ വീണ്ടും പക്ഷികൾ വന്നാലോ, അങ്ങനെയുള്ള പക്ഷികൾ വന്നിട്ട് മനുഷ്യരെല്ലാരും കൊന്നൊടിക്കാലോ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ മോനാണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ എത്രയധികം സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ട്, ഈ പക്ഷികളൊന്നും വരാത്ത, അതുകൊണ്ട് തന്നെ പേടിക്കണ്ട, അങ്ങനത്തെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ ഭീകരജീവികളോ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരു പട്ടാളക്കാരനെ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അയാളുടെ ഫോണിലോട്ട് ഒരു കോള് വരും. ഇതണക്ക് ആ ഒരു മൈനിങ് സ്റ്റേഷനിൽ പോയി നോക്കണം, അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയാളുടെ യൂണിഫോം ഒക്കെ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് നേരെ മൈനിങ് സ്റ്റേഷനിൽ ചെല്ലും. അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കാരണം പുതിയ സൂര്യഗ്രഹണം വരാനായിട്ട് പോവാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. വീണ്ടും മോനെ കാണിക്കുകയാണെങ്കിൽ മോനും അതുപോലെ തന്നെ ലോറയും കൂടെ വീട്ടിൽ നിൽക്കുകയാണ്. അന്നേരമായിരിക്കും ജോൺ അങ്ങോട്ട് വരുന്നത്. ജോൺ ഇപ്പൊ വന്നിരിക്കുന്നത് മോനെ വിളിച്ചോണ്ട് പോകാനായിട്ടാണ്. എന്തായാലും വന്നേയല്ലേ, അതുകൊണ്ട് തന്നെ ജോൺ ലോറയോട് വന്ന് സംസാരിക്കും. പക്ഷെ ഇവരുടെ വർത്തമാനത്തിൽ ഒരു വഴക്ക് കൂടാനുള്ള സാധ്യത മോൻ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൻ അച്ഛനെ ഒന്ന് വിളിക്കും. നമുക്ക് കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണ്ട, പോവാന്ന് പറഞ്ഞ് അച്ഛനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അച്ഛനോട് അവൻ കാർ ഓടിക്കാൻ തരുമോന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വേണ്ടാന്ന് പറയും. കാരണം അവന് പ്രായമായിട്ടില്ല, അവൻ കുഞ്ഞാണ്. ഇതേ നേരം തന്നെ ആ പട്ടാളക്കാരനാണെങ്കിൽ ആ ഒരു മൈനിങ് സ്റ്റേഷനിൽ വന്ന് അവിടുത്തെ കറണ്ടൊക്കെ പരിശോധിക്കുകയാണ്, കറക്റ്റായിട്ട് കറണ്ട് പോകണമെന്ന്. പക്ഷെ അവിടുത്തെ ഏതോ ഒരു സ്വിച്ച് പിടിച്ച് ഞെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് എല്ലാം ഓഫായി പോവാണ്. അവിടുത്തെ അലാറം എല്ലാം ഓൺ ആവും. എന്താ സംഭവിച്ചെന്ന് അയാൾക്ക് അറിയത്തില്ല. ഇത് റെഡിയാക്കാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന കുറേ അധികം ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. വീണ്ടും ജോണിനെയും അതുപോലെ തന്നെ മോനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ജോണിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. രാത്രി മൊത്തം TV ഇട്ടിരുന്ന് കാണുകയാണ്. അന്നേരമായിരിക്കും അവിടുത്തെ ഫോൺ റിങ് ചെയ്യുന്നത്. മോനാണെങ്കിൽ ഫോൺ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും.
പോകും. വിളിച്ചത് നമ്മുടെ ജോണിന്റെ സഹോദരനാണ്, അതായത് മോന്റെ അങ്കിൾ ഇപ്പൊ പറയുന്നത് 15 വർഷം മുമ്പ് നടന്ന അതേ സൂര്യഗ്രഹണം വരാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ കുറേയധികം ഭീകരജീവികൾ ഭൂമിയിലോട്ട് വരും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന വീട്ടിലോട്ട് വരണം. അവിടെ ആകുമ്പോൾ ഈ ജീവികളൊന്നും തകർത്തകത്തോട്ട് കയറി വരത്തില്ല. സാധാരണ വീട്ടിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല, അവര് നിങ്ങളെ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുമ്പോൾ ഈ നേരം മോനാണെങ്കിൽ TV കാണുമല്ലേ, ആ TVയിലെ ന്യൂസ് പറയുന്നുണ്ട് 15 വർഷം മുമ്പ് ഈ ഭീകരജീവികൾ വരണേന് മുമ്പ് ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കുളത്തിലെ മീനെല്ലാം ചത്തു പൊങ്ങുക, കുറേയധികം പക്ഷികൾ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ. അതേ കാര്യങ്ങൾ തന്നെ ഈ 15 വർഷത്തിന് ശേഷം സംഭവിക്കുന്നുണ്ട്. അതിനർത്ഥം ചിലപ്പോൾ ആ ഭീകരജീവികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ന്യൂസ് മോൻ കാണുന്നുണ്ട്. മോനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് കാണിക്കുകയാണ്, അതായത് ജോണിനെ വിളിച്ച് കാണിക്കുകയാണ്. ജോൺ അങ്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇവർക്ക് ഉറപ്പായി അങ്ങനത്തെ ജീവികൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ജോണും മോനും കൂടെ അവിടെ ഇരിക്കുന്ന നേരത്ത് ജോണിന്റെ ഫോണിലോട്ട് ലോറ വിളിക്കും. ലോറ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മോനെ എന്റെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ആദ്യമൊന്നും ജോൺ കേൾക്കത്തില്ല. ജോൺ എണീറ്റ് മാറി നിന്ന് ലോറയോട് സംസാരിക്കും. ശനി ഞായറും മോൻ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അതുപോലെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്റെ മോനെ നല്ല സുരക്ഷിതമായിട്ട് വെച്ചോളാം എന്ന് പറയുമ്പോൾ ഈ നേരം മോന്റെ ഫോണിലോട്ട് ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണം, എന്തൊക്കെയോ നടക്കാനായിട്ട് പോവാണ്, ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇവൻ അച്ഛൻ അറിയാതെ പതിയെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ലോറയാണെങ്കിൽ ജോണിനോട് സംസാരിച്ച് ജോണിനെ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോനോട് കാര്യം പറയാനായിട്ട് ജോൺ മോന്റെ റൂമിൽ വന്ന് നോക്കും. പക്ഷെ മോനെ കാണാനായിട്ടില്ല. പകരം അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛാ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ജോൺ ആണെങ്കിൽ ലോറയോട് കാര്യം പറയും. ലോറയും ടെൻഷൻ ആവുന്നുണ്ട്. മോൻ എവിടാ പോയെന്ന് അറിയത്തില്ല, ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് സ്ഥലമാണ്, എവിടാണ് അവരുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതേ നേരം തന്നെ ലോറേനെ കാണാനായിട്ട് മിൽട്ടൺ വന്നിട്ടുണ്ട്. മിൽട്ടൺ വന്നിട്ട് ലോറയോട് പേടിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാം, മോൻ എന്തെന്ന് ചോദിക്കുമ്പോൾ മോനെ കാണാനായിട്ടില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ലാപ്ടോപ്പ് എന്തിയെ, ഞാനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മോന്റെ നമ്പർ വെച്ച് അവന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് അത് ലോറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി അവനുള്ളത് സ്കേറ്റ് പാർക്കിലാണെന്ന്. അവ ഇടയ്ക്കിടയ്ക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പോകത്തില്ല, അവിടെയാണ്. ഇതേ നേരം തന്നെ മോനെയും ഗേൾഫ്രണ്ടിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ആ പാർക്കിൽ അങ്ങനെ കിടന്നിട്ട് സംസാരിക്കുകയാണ്. ഗേൾഫ്രണ്ടിനാണെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഇനിയും കുറേയധികം മൃഗങ്ങൾ വന്നാൽ കുറേയധികം മനുഷ്യരെ അത് കൊന്നു കളയാം. അതുപോലെ ഗേൾഫ്രണ്ടിന്റെ അച്ഛനും അമ്മയും കൂടെ എന്തോ ഒരു വെക്കേഷന് പോയേക്കാണ്. അപ്പൊ അതെല്ലാം കൊണ്ട് വിഷമാണ്. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ വന്ന് ബാക്കിയുള്ള മനുഷ്യരെ കൊല്ലോ, എല്ലാം കൊണ്ട് നല്ല പേടിയിലാണ് ഗേൾഫ്രണ്ട്. നമ്മുടെ പയ്യനാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും അവിടെ കിടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആകാശത്തൂടെ കുറേയധികം പക്ഷികൾ പറന്നു പോകുന്നത്. അതായത് സാധാരണ പക്ഷികളാണ്. ഈ പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അതിനൊരു കാരണം കാണും. ആ ഭീകരജീവികൾ എന്തായാലും വരും. അതവർക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും കൂടെ ചാടി എണീക്കുകയാണ്. പെട്ടെന്ന് തന്നെ മോനാണെങ്കിൽ ഫോൺ എടുത്ത് അച്ഛന് മെസ്സേജ് ഇടുന്നുണ്ട്, ഞാൻ പാർക്കിലുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ജോൺ ആണെങ്കിൽ അവന്റെ കാറും എടുത്ത് വരുന്ന നേരത്ത് ട്രാഫിക്കിൽ പെട്ടുപോവാണ്. കുറേയധികം മനുഷ്യർ കാർ അവിടെ ഒതുക്കിയിടുന്നുണ്ട്. ജോൺ സൈഡിലോട്ട് നോക്കുന്ന നേരത്ത് കുറേയധികം പക്ഷികൾ ജോണിന് നേരെ പറന്നു വരുന്നുണ്ട്. ജോണിനും മനസ്സിലായി ഭീകരജീവികൾ എന്തായാലും വരുമെന്ന്. അപ്പോഴായിരിക്കും ജോണിന്റെ ഫോണിലുള്ള മോന്റെ മെസ്സേജ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കാർ എടുക്കാതെ അവിടെ നോടാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ ലോറയും മിൽട്ടണും കൂടെ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട് മോനെ അന്വേഷിക്കാനായിട്ട്. അവർക്ക് മോന്റെ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ട്. ഇതേ നേരം മൈനിങ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ആ പട്ടാളക്കാരനും കൂടെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അവരവിടെ നിൽക്കുന്ന നേരത്ത് ആ ഒരു സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ. ഇവരെല്ലാരും കൂടെ അങ്ങനെ പേടിച്ച് എന്താണെന്ന് അറിയാൻ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ജീവി വന്ന് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ച് തിന്നാനായിട്ട് തുടങ്ങുന്നത്. ഇത് കാണുന്ന പട്ടാളക്കാരൻ തോക്കെടുത്തിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അത് ചാവുന്നില്ല. അതിന്റെ ദേഹത്ത് അത് ഏൽക്കുന്നു പോലും ഇല്ല. ഈ ജീവിയാണെങ്കിൽ ഒരാളെ കൊന്നു കളഞ്ഞിട്ട് അടുത്ത ആളെ കൊല്ലാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പോലത്തെ പക്ഷിയല്ല, ജീവികളും ഉണ്ട്, അതായത് മൃഗങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്, ഭീകരമായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളും. ഇപ്പൊ ഈ ജീവി ആക്രമിക്കുന്ന നേരത്ത് പട്ടാളക്കാരന്റെ തോക്കിലുള്ള ഉണ്ട തീർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. വീണ്ടും നമ്മുടെ പയ്യനെയും അതുപോലെ ഗേൾഫ്രണ്ടിനെയും കാണിക്കുകയാണെങ്കിൽ അവരവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ജോൺ വന്നിട്ടുണ്ട്. ഇവർ ആ പാർക്കിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ മൂന്നുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കാറും എടുത്ത് മിൽട്ടണും അതുപോലെ തന്നെ ലോറയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവരെല്ലാരും കൂടെ കാറിൽ കയറി അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഈ മിൽട്ടൺ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത് മറ്റിടത്തോട്ടുമല്ല, പട്ടാളക്കാര് തന്നെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ടിൽ ഒരു സ്ഥലം അത് ഈ മിൽട്ടൺ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയാൽ മതി, 5 പേർക്കുള്ള സീറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ ജോൺ ആണെങ്കിൽ പറയും അങ്ങോട്ട് പോകണ്ട, എന്റെ സഹോദരനാണെങ്കിൽ അവിടെ ഒരു ഷെഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അതാണ് കുറച്ചുകൂടെ സുരക്ഷിതം എന്ന് പറയുമ്പോൾ മിൽട്ടണും അതുപോലെ തന്നെ ജോണും കൂടെ വടക്കാവും. പക്ഷെ ഇതിന്റെ ഇടയിൽ ലോറ ഇടപെട്ടിട്ട് ഇതൊരു തീർപ്പാക്കാണ്, എന്തായാലും പട്ടാള ക്യാമ്പിലോട്ട് പോകാന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജോണിനും അതുപോലെ തന്നെ മിൽട്ടനും നല്ല വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. കാരണം ഒരാളുടെ എക്സ് വൈഫ് ആണല്ലോ ലോറ. അതുപോലെ തന്നെ മിൽട്ടൺ ഇഷ്ടപ്പെടുന്നത് അവന്റെ എക്സ് വൈഫിനെയല്ലേ, ജോണിന്റെ എക്സ് വൈഫിനെയല്ലേ. അപ്പൊ ചെറിയൊരു വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അങ്ങനെ അവർ കാർ ഓടിച്ചൊരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ കുറേയധികം മനുഷ്യരാണെങ്കിൽ വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട്
ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ്, അതുകൊണ്ടാണ് പിശാചുക്കളെ പറഞ്ഞു വിട്ടേക്കുന്നത്, എല്ലാരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തുകയാണ് കുറെ ബോർഡൊക്കെ പിടിച്ചിട്ട്. കുറെ നേരം അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ മിൽട്ടൺ ആണെങ്കിൽ കാർ എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെ ഓട്ടിച്ച് ആ ഒരു പട്ടാള ക്യാമ്പിൽ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ വേറെ പ്രശ്നം, കുറെ ആൾക്കാരാണെങ്കിൽ പട്ടാള ക്യാമ്പിന്റെ മുമ്പിൽ അങ്ങനെ നിൽപ്പുണ്ട്. ഇവർക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല, അത്രയധികം ആൾക്കാർ അതിനുള്ളിലുണ്ട്. പെട്ടെന്ന് തന്നെ മിൽട്ടണും ലാറയും കൂടെ അവിടുത്തെ പട്ടാളക്കാരനോട് പോയി പറയും, നമ്മൾ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അകത്തോട്ട് കയറണമെന്ന്. പക്ഷെ ആ പട്ടാളക്കാരൻ പറയുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രം കയറിയാൽ മതി, പുരുഷന്മാർ കയറണ്ട, സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് പരിഗണന കൂടുതലെന്ന്. പുരുഷന്മാരെ പിണ്ണാക്ക് കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടോ, അതായത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് അവകാശപ്പെട്ട ആൾക്കാർക്കായിരിക്കണം. അങ്ങനെയൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ രാജ്യത്തിന് നിൽക്കാൻ കൊള്ളില്ല, രക്ഷപ്പെട്ടോ. വെറുതെ എന്തിനാ നമ്മൾ ടാക്സ് ഇവിടെ കൊടുക്കുന്നത്, നമുക്കിവിടെ ഉപയോഗമൊന്നുമില്ല. ഇതിലും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്ന രാജ്യങ്ങൾ ഒരുപാടധികം ഉണ്ട്, അവിടെ പോയി സെറ്റിൽ ആവുക, അത്ര തന്നെ. എന്തിനാ നമ്മുടെ ടാക്സ് കൊടുക്കുന്നത്? ഇവിടെ കുറെ അധികം ആൾക്കാർ കുറയുമ്പോൾ ടാക്സ് ഇല്ലാതെ പഠിക്കും, എഴുതി വെച്ചോ ഇത്. ഇപ്പൊ കഥയിലോട്ട് തിരിച്ചു വന്നാൽ പട്ടാളക്കാർ പറഞ്ഞില്ലേ കുട്ടികൾക്ക് സ്ത്രീകൾക്കും മാത്രമേ അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ പയ്യനും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും ലോറയ്ക്കും മാത്രമേ അകത്തോട്ട് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ, മിൽട്ടണും അതുപോലെ ജോണിനും കഴിയത്തില്ല. ഇപ്പൊ ഇത് മനസ്സിലാക്കുന്ന പയ്യനാണെങ്കിൽ ജോണിനെ വന്ന് കെട്ടിപ്പിടിക്കും, അച്ഛാ ഞാൻ അവരുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലോറയാണെങ്കിൽ മോനെ പിടിച്ചുകൊണ്ട് പോവാണ്, അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ലോറയും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടെ ആ ഒരു ലൈനിൽ പോയി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ സീറ്റ് എല്ലാം ഫുള്ളാവും, പിന്നെ അവർക്ക് കയറാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഈ പയ്യനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ഓടി വരികയാണ്. പിന്നാലെ തന്നെ ഗേൾ ഫ്രണ്ടും അതുപോലെ തന്നെ ലോറയും കൂടെ ഓടി വരും. എന്നാൽ അവർ ഓടി വന്നതും അവിടുത്തെ സീറ്റ് ഫുള്ളാവുകയാണ്. ഇനി ആർക്കും അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും പറ്റത്തില്ല, കാരണം അവിടുത്തെ സീറ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഇവരെല്ലാരും കൂടെ കാറിൽ വന്ന് കയറും. എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല, എങ്ങോട്ടേലും എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകുന്നതായിരിക്കും സുരക്ഷിതം. അതുകൊണ്ട് തന്നെ മിൽട്ടൺ കാർ എടുത്ത് അങ്ങനെ പോവുകയാണ്. മിൽട്ടൺ പറയുന്നത് തൊട്ടടുത്ത് വല്ല സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ കയറി ഒളിച്ചിരിക്കാന്നാണ്. പക്ഷെ ജോൺ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ജോണിന്റെ സഹോദരന്റെ വീട്ടിൽ പോവാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ അധികം സുരക്ഷിതമാണെന്നാണ്. എന്നാൽ മിൽട്ടൺ കേൾക്കുന്നില്ല, അത്രയധികം സമയമില്ലെന്നാണ് മിൽട്ടൺ പറയുന്നത്. എന്തായാലും ഇവർ കാർ ഓടിച്ച് പോകുമ്പോൾ മുമ്പിലായിട്ട് കുറെ അധികം ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാർ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. ഇവരെല്ലാരും കൂടെ കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി എന്താണ് ഈ ബ്ലോക്കിനുള്ള കാരണം എന്ന് നോക്കും. പക്ഷെ ആ ബ്ലോക്ക് ഒരുപാടധികം ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല, വേറെ വഴിയിൽ കൂടെ പോകണം. അതുപോലെ തന്നെ ഇവർ നോക്കുമ്പോഴാവട്ടെ സൂര്യഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ആ ഭീകരജീവികൾ വരാനായിട്ട് സമയമായിട്ടുണ്ട്. പിന്നെ മറ്റേ മൈനിങ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് കുറെ അധികം വ്യത്യസ്ത തരത്തിലുള്ള ഭീകരജീവികൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ഇപ്പൊ ഇവരുടെ അടുത്തെത്തും. ഇപ്പൊ ഇവരാണെങ്കിൽ പല വഴിക്ക് തിരിഞ്ഞിട്ട് പല സ്ഥലത്തായിട്ട് അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. എന്നാൽ ഇവരെ ആരും നോക്കിയിട്ട് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാവരും കൂടെ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വരുവാണ്, വേറെ എന്തെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും പോകണം. അങ്ങനെ ജോൺ ആണെങ്കിൽ ഞാൻ കാർ എടുക്കാന്ന് പറഞ്ഞിട്ട് കാറിൽ വന്ന് കയറും. പക്ഷേ മിൽട്ടൺ ആണെങ്കിൽ ഇത് എന്റെ കാറാണ്, നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജോണിനിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവന്മാർ രണ്ടുപേരും കൂടെ അടിയാകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പറക്കുന്ന ജീവി വന്ന് ഈ മിൽട്ടണെ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്. ആകാശത്ത് വെച്ച് തന്നെ തിന്ന് തീർക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോൺ ആണെങ്കിൽ ലോറനെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കാറിൽ കയറുന്നുണ്ട്. അതുപോലെ ആ രണ്ട് പിള്ളേരും കയറുന്നുണ്ട്. എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ കാർ എടുത്ത് റോഡിലൂടെ പോകുന്നില്ല, പകരം അതുവഴി ഒരു ചെറിയ ടണലുണ്ട്, ഈ വെള്ളമൊക്കെ പോകുന്ന ഒരു സ്ഥലം. പക്ഷെ അവിടെ വെള്ളമൊന്നുമില്ല, അതുവഴി അങ്ങനെ കാർ ഓടിച്ച് പോവാണ്. ഇവരുടെ പിന്നാലെ തന്നെ വലിയൊരു പക്ഷി ഉണ്ടായിരുന്നു, അത് അവരെ പിടിക്കാനായിട്ട് വരുന്നില്ല, കാരണം അവർ നല്ല വേഗതയിലല്ലേ പോകുന്നത്. പക്ഷി വേണമെന്ന് വിചാരിച്ചാൽ പറ്റും, എന്നാൽ ഈ പക്ഷി ചെറിയൊരു മടിയനാണ്. എന്തായാലും ഇപ്പൊ പുറത്തോട്ട് വന്ന പലതരം ജീവികളാണെങ്കിൽ സിറ്റിയിലോട്ട് ഇറങ്ങിയിട്ട് പല മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ അവർ കാർ ഓടിച്ച് പോകുന്ന നേരത്ത് പെട്രോൾ തീരാറായിട്ടുണ്ട്, ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഓടത്തുള്ളൂ. ഇപ്പൊ ഇത് ജോൺ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് പറയുമ്പോൾ നമുക്ക് വേറൊരു കാർ എടുത്തിട്ട് പോകാന്ന് പറയും. അങ്ങനെ അവർ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് കുറെ അധികം കാറുകൾ ഒതുക്കിയിട്ടിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കാർ എടുത്താൽ മതി, അതിനകത്ത് പെട്രോൾ കാണും. അപ്പൊ ആ കാർ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലൊരു ബുദ്ധി. അപ്പൊ ജോൺ ആണെങ്കിൽ കാർ ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ജോൺ ആണെങ്കിൽ പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പതിയെ പതിയെ ആ കാറിന് നേരെ നടന്നു ചെല്ലും. കുറെ അധികം കാറുകൾ കൂട്ടിയിട്ടിട്ടില്ലേ, അങ്ങോട്ട് നടന്നു ചെല്ലും. എപ്പോ വേണമെങ്കിലും ഭീകരജീവികൾ വന്നവരെ ആക്രമിക്കാം, അതുകൊണ്ടാണ് ബാക്കി 3 പേരെ മറ്റേ വണ്ടിയിൽ ഇരുത്തിയത്. ഇപ്പൊ ജോൺ ആണെങ്കിൽ പതിയെ നടന്ന് ഒരു വണ്ടിയുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ആ വണ്ടിയിൽ പതിയെ കയറിയിരിക്കും. പെട്ടെന്നായിരിക്കും ഒരാൾ ജോണിനെ കയറി പിടിക്കുന്നത്. എന്നിട്ട് മുമ്പോട്ട് നോക്കാനായിട്ട് പറയുമ്പോൾ മുമ്പിലായിട്ട് ഒരു ജീവി, അതായത് പറക്കുന്ന ജീവി എന്നല്ല, കുതിര പോലത്തെ വലിയൊരു ജീവി ആ ട്രക്ക് കുത്തിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോൺ ആണെങ്കിൽ പതിയെ പതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഡോർ അടയ്ക്കുകയാണ് ആ ജീവി കാണാതിരിക്കാനായിട്ട്. എന്നാൽ ആ ജീവി ആണെങ്കിൽ എന്തോ ശബ്ദം കേട്ടിട്ട് അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്, ആ കാറിനിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ കാറിനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്തായാലും ഇതൊരു മണ്ടൻ ജീവിയാണ്, ഈ കാറിൽ ആളുണ്ടെന്നതിനും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിയാണെങ്കിൽ തൊട്ടടുത്തൊരു മൃതശരീരം കിടപ്പുണ്ടായിരുന്നു, അത് മാറിയിരുന്ന് കഴിയുകയാണ്. ഇന്നേരം നമ്മുടെ ജോൺ ആണെങ്കിൽ പതിയെ കാർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ പിന്നിലോട്ട് എടുക്കുകയാണ്, കാരണം ആ 2 പിള്ളേരെയും പിന്നെ ലോറേനെയും കയറ്റണ്ടേ. അങ്ങനെ പതിയെ കാർ എടുത്ത് ബാക്കിലോട്ട് കൊണ്ടിടും. ആ
കാറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ലോറയോടും പിള്ളേരോടും പെട്ടെന്ന് തന്നെ അപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ വണ്ടിയിൽ കയറാനായിട്ട് പറയുന്നുണ്ട്. അവരും അതുപോലെ കാറിൽ നിന്ന് ഇറങ്ങാണ്. മറ്റേ ജീവി ആ മൃതശരീരം കഴിക്കുന്ന തിരക്കിലാണ്. എന്നാൽ അവർ ഇറങ്ങുന്ന നേരത്ത് ആ ജീവി കാണുന്നുണ്ട്. ഇവരെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഈ അപ്പനാണെങ്കിൽ എന്തോ ഉപ്പുവെള്ളം എടുത്ത് ആ മൃഗത്തിന് നേരെ എറിയുന്നുണ്ട്. പക്ഷെ ആ മൃഗത്തിന് ഒന്നും പറ്റുന്നില്ല. കറക്റ്റായിട്ട് അതിന്റെ ദേഹത്ത് പോയി വീഴാത്തോണ്ടാവണം അതിനൊന്നും പറ്റാത്തത്. എന്തായാലും ഇപ്പൊ ഈ മൃഗമാണെങ്കിൽ വന്ന് അപ്പനെ കൊന്നു കളയാണ്. പക്ഷെ ഈ നേരം കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ വണ്ടിയിൽ കയറിയിട്ടുണ്ട്, ജോണും അവന്റെ കുടുംബം. അങ്ങനെ അവർ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ജീവികൾക്ക് ഉപ്പ് പറ്റത്തില്ല. ഉപ്പ് വാരി എറിയുകയാണെങ്കിൽ ഇത് ചാവും. പക്ഷെ നേരത്തെ ആ അപ്പൻ ഉപ്പ് വാരി എറിഞ്ഞിട്ടൊന്നും പറ്റില്ല. ഉപ്പ് കലക്കിയ വെള്ളമാണ് എറിഞ്ഞത്. എന്നാൽ അത് ആ ജീവിയുടെ ദേഹത്ത് കറക്റ്റായിട്ട് വീഴാത്തത് കൊണ്ടായിരിക്കാം അതിനൊന്നും പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉപ്പ് കാണത്തില്ലായിരിക്കാം, അപ്പൻ അബദ്ധം പറ്റിയതാവാം. എന്തായാലും അവർ കാർ ഓടിച്ച് ആൾപ്രദേശം ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടാണ് അങ്കിളിന്റെ ആ ചെറിയ വീടുള്ളത്. അവിടെ ചെന്നിട്ട് അവർ കാർ ഒതുക്കുന്നുണ്ട്. എന്നിട്ട് കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അങ്കിളിനോട് ഡോറ് തുറക്കാനായിട്ട് പറയാണ്. ആ ഡോറിലൊക്കെ ഇട്ട് കൊട്ടുന്നുണ്ട്. പക്ഷെ അകത്തിരിക്കുന്ന അങ്കിള് കേൾക്കുന്നില്ല. ഇവർ പലതവണയായിട്ട് കൊട്ടുന്നുണ്ട്. ഒരുപാടധികം സമയം കടന്നു പോവാണ്. ആ ജീവികൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഇതേ നേരം അങ്കിളിനെ കാണിക്കുകയാണെങ്കിൽ അങ്കിളിന്റെ തലയിൽ ആരോ തോക്ക് വെച്ച് അങ്ങനെ നിപ്പുണ്ട്. അതുപോലെ അങ്കിളിന്റെ മുമ്പിൽ കുറേയധികം CCTV ഉണ്ട്. അങ്കിൾ കാണുന്നുണ്ട് ഇവര് ഡോറിൽ കൊട്ടുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഡോറ് തുറക്കുന്നില്ല. ഇതേ നേരം അവർ പുറത്ത് നിൽക്കുമ്പോൾ കുറേയധികം ജീവികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോൺ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് ആ മൃഗങ്ങൾക്കെതിരെ പോരാടി നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്നായിരിക്കും അവിടുത്തെ ഡോറ് തുറക്കുന്നത്. എല്ലാവരും കൂടെ അകത്തോട്ട് കയറും. കൂടെ തന്നെ ജോണും കയറും. പിന്നെ അവരുടെ പിന്നാലെ കുറേയധികം ജീവികളുണ്ടല്ലോ, അതുകൂടെ കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡോർ അങ്ങ് അടഞ്ഞു പോവാണ്. ജീവികൾക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. എന്നാലും ആ ജീവികൾ ഡോറിലൊക്കെ വന്ന് കൊട്ടുന്നുണ്ട്. പക്ഷെ ഡോറ് തുറക്കാനായിട്ട് പറ്റുന്നില്ല. അത് അത്രയും കഠിനമായിട്ടുള്ള ഡോറാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ അകത്തോട്ട് കയറി നോക്കുമ്പോൾ അങ്കിളും അങ്കിളിന്റെ ഭാര്യയും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൂടെ ക്ഷണിക്കാത്തൊരു അതിഥിയുണ്ട്, ഒരു പട്ടാളക്കാരൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ പട്ടാളക്കാരൻ തന്നെ. ഇനിയിപ്പോ ആ പട്ടാളക്കാരനായിരിക്കും നമ്മുടെ അങ്കിളിന്റെ തലയിൽ തോക്ക് വെച്ചത്, അറിയില്ല. ഇപ്പൊ ഇവരെല്ലാരും കൂടെ അകത്തോട്ട് കയറിയിട്ട് ആ പട്ടാളക്കാരനെ പരിചയപ്പെടുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, എന്താ സംഭവം ഒന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പോ പയ്യനാണെങ്കിൽ അവിടെ നിന്ന് ഒരു റേഡിയോ സംഘടിപ്പിക്കുന്നുണ്ട്. ആ റേഡിയോ ഓണാക്കി ന്യൂസ് കേൾക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ കുറേയധികം മനുഷ്യരുടെ കരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ജോൺ ആണെങ്കിൽ വന്ന് റേഡിയോ ഓഫ് ആക്കും. പേടിക്കണ്ട, കഴിഞ്ഞ 15 വർഷം മുമ്പ് ഇതായിരുന്നു സംഭവം. എന്തായാലും കുറച്ചു നേരത്തിനുള്ളിൽ ഈ സൂര്യഗ്രഹണം അവസാനിക്കും, എല്ലാം പഴയതുപോലെ ആവുമെന്ന് പറഞ്ഞ് മോനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അവിടെ തന്നെ ഫുഡും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ ഫുഡ് കഴിക്കുന്ന നേരത്തെ ഈ പട്ടാളക്കാരനാണെങ്കിൽ നമ്മുടെ പയ്യനോടും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിനോടും ലോറയോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഇയാളെ കമ്പനി ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം അങ്കിൾ ആണെങ്കിൽ നമ്മുടെ ജോണിനെ നോക്കിയിട്ട് സൈഡിലായിട്ട് ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തിയിൽ തൊട്ട് കാണിക്കുകയാണ്. ഇത് കാണുന്ന ജോണിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് പതി ആരും അറിയാതെ ആ കത്തി എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും ഫുഡ് കഴിച്ച് കഴിയാണ്. ലോറയാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജോൺ ആണെങ്കിൽ ഇപ്പൊ ഉറങ്ങണ്ട, നമുക്ക് കുറച്ചു നേരം കാർഡ് കളിക്കാന്ന് പറയും. അതായത് ഈ ജോണിന് ഇവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, അങ്കിളിനും എന്തൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരനെ പതിയെ ഒഴിവാക്കിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനാണ്. പക്ഷെ ലോറയ്ക്ക് ഈ കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് അവള് പോകാനായിട്ട് നിൽക്കുമ്പോൾ പട്ടാളക്കാരനാണെങ്കിൽ നിങ്ങൾ പോലെ അവിടെ നിന്നേന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടാണ്. എന്നിട്ട് ജോണിനോട് പറയും, നിന്റെ കയ്യിലിരിക്കുന്ന കത്തി പതി അങ്ങ് മാറ്റി വെച്ചോ, ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ നിങ്ങളെല്ലാരെയും തടവിലാക്കി വെച്ചേക്കാണ്, അതുകൊണ്ട് കത്തി താഴെ ഇടാൻ. ജോണിനും വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കത്തി താഴെ ഇടുകയാണ്. നേരത്തെ അങ്കിളിന്റെ തലയിൽ തോക്ക് വെച്ചത് മറ്റാരുമല്ല, ഈ പട്ടാളക്കാരൻ തന്നെയാണ്. ഇപ്പൊ പട്ടാളക്കാരൻ പറയാനായിട്ട് തുടങ്ങും എങ്ങനെയാണ് പട്ടാളക്കാരൻ ഇതിന്റെ ഉള്ളിൽ കയറിയെന്ന്. ഇയാളെ കുറേയധികം ജീവികളെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ഇയാൾ ഈ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൊട്ടി. എന്നാൽ അങ്കിൾ ആണെങ്കിൽ തുറന്നില്ല. പക്ഷേ പാവം തോന്നിയ അങ്കിളിന്റെ ഭാര്യ ആണെങ്കിൽ തുറന്നു കൊടുത്തു. എന്നാൽ ഇയാൾ ഉള്ളിൽ കയറിയതും ഇവരെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. ഭാര്യയോട് അങ്കിൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്ത ആൾക്കാരെയൊന്നും ഉള്ളിൽ കയറ്റാനായിട്ട് പാടില്ലാന്ന്. പക്ഷെ ഭാര്യ കയറ്റി. അങ്ങനെ ഇപ്പൊ അതൊരു പ്രശ്നമായതൊക്കെയാണ്. ഇപ്പൊ ഇവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പയ്യനാണെങ്കിൽ ചാടി വീണിട്ട് ആ തോക്ക് തട്ടിപ്പറിക്കാനായിട്ട് നോക്കും. പക്ഷെ പട്ടാളക്കാരൻ ആരോഗ്യം കൂടുതലാണ്, പയ്യനെ തട്ടി താഴെയിടുകയാണ്. എന്നിട്ട് പയ്യന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ജോൺ ആണെങ്കിൽ ചാടി വീണിട്ട് ഷൂട്ട് ചെയ്യണ്ട, അവൻ പാവമാണ്, അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞ് പട്ടാളക്കാരനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പട്ടാളക്കാരൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട് എല്ലാവരോടും വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് പറയുന്നത്. കാരണം കുറേയധികം നേരമായിട്ട് ആ ജീവികള് പുറത്ത് ഡോറിൽ കൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. എല്ലാ ജീവികളും എവിടെ പോയെന്ന് അവർക്ക് അറിയത്തില്ല. എല്ലാവരും നല്ല പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും എന്തോ ഒരു പാർവാലി പോലത്തെ ജീവി ആ ജനൽ വഴി അകത്തോട്ട് കയറി വരുന്നത്. എന്നിട്ട് അങ്കിളിന്റെ ഭാര്യയുടെ കഴുത്തിൽ ചുറ്റും അത് കടിച്ചു പറിക്കുകയാണ് അങ്കിളിന്റെ ഭാര്യയുടെ കഴുത്ത്. ആ നേരം ജോൺ ആണെങ്കിൽ പട്ടാളക്കാരന് നേരെ ചാടി വീണിട്ട് പട്ടാളക്കാരന്റെ കയ്യിലുള്ള തോക്ക് തട്ടിപ്പറിയും. എന്നിട്ട് പട്ടാളക്കാരനെ അടിച്ച് സൈഡാക്കിയതിനു ശേഷം ആ തോക്കെടുത്ത് മറ്റേ ചാടി കളിക്കുന്ന ഒരു പാർവാലിയില് അതിന് നേരെ അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. പാർവാലി മീൻസ് പഴുതാരയാണ് കേട്ടോ, പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. എന്തായാലും അതിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊന്നും കൊള്ളുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പെട്ടെന്ന് മാറുകയാണ്. പക്ഷെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു പഴുതാരയുടെ തല വെട്ടി അങ്ങ് കളയും.
അതോടെ അതവിടെ ചത്തു വീഴുകയാണ്. ഇപ്പൊ അങ്കിളും ലോറയും കൂടെ ഭാര്യനെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് ഭാര്യയുടെ കഴുത്തിൽ മരുന്ന് വെക്കുകയാണ്. മരുന്ന് വെക്കാനായിട്ടൊന്നുമില്ല, തുണി വെച്ച് കെട്ടുകയാണ്. മരുന്ന് വേണം, അല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ജോൺ ആണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരും. അതായത് ആ മോണിറ്ററൊക്കെ വെച്ചിട്ടില്ലേ, CCTV വന്ന് പരിശോധിക്കുമ്പോൾ അങ്ങോട്ട് വലിയൊരു കുതിര പോലത്തെ ജീവി വന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഡോറിലിട്ട് ഇടിയാണ്. അധികം നേരമൊന്നും അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഡോർ എന്തായാലും പൊളിയും. ഇപ്പൊ ജോൺ ആണെങ്കിൽ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയും. അതുപോലെ തന്നെ മോനോട് പട്ടാളക്കാരന്റെ കൈ കെട്ടി വെക്കാനായിട്ട് പറയാണ്. മോൻ പോയി പട്ടാളക്കാരന്റെ കൈ കെട്ടി വെക്കും. കാരണം ഈ പട്ടാളക്കാരൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. ഒരു ചക്കം കിട്ടിയാൽ ഇവരെല്ലാരെയും ആ പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്ത് കൊല്ലും, അത് ഉറപ്പാണ്. ഇപ്പൊ ജോൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അധികം നേരം നമുക്ക് ഇതിനുള്ളിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും വഴിയുണ്ടോന്ന് അങ്കിളിനോട് ചോദിക്കുമ്പോൾ അങ്കിള് പറയും ആ ഡോറൊന്നും പൊളിയത്തില്ല, നമുക്ക് ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ ജോൺ അങ്ങനെയല്ല കാര്യം, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ പട്ടാളക്കാരനാണെങ്കിൽ ഒരു കാര്യം പറയും. പട്ടാളക്കാരനാണെങ്കിൽ ഒരു കാറ് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ടുണ്ട്. ആ കാറിലാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ആ കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ പട്ടാളക്കാരനെ അഴിച്ചുവിടണം. പക്ഷെ ജോൺ പറയും അഴിച്ചുവിടാനായിട്ടൊന്നും പറ്റത്തില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, നമുക്ക് കാർ എടുത്ത് പോവാന്ന്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പിന്നിലായിട്ട് ഒരു ടണലുണ്ട്. ആ ടണൽ വഴി ഇവർക്ക് പുറത്തിറങ്ങാനായിട്ട് പറയും. ഫ്രണ്ട് ഡോറിന്റെ മുമ്പിലല്ലേ കുറെ അധികം ജീവികൾ വന്ന് നിൽക്കുന്നത്, പക്ഷെ ബാക്കിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാക്ക് വഴി പോകാൻ തീരുമാനിക്കും. ഇവരുടെ കയ്യിൽ തന്നെ കുറെ അധികം തോക്കും വെപ്പൺസും ഉണ്ട്. അത് വന്ന് ഇവരെല്ലാരും എടുക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ ആയുധം വെച്ചിട്ട്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അവർ ബാക്കിലെ ടണൽ വഴി വയ്യാതായ ആ സ്ത്രീയും കൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജോൺ ആണെങ്കിൽ ഇറങ്ങി പോണേന് മുമ്പ് ഡോറ് വന്ന് തുറക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഡോറ് തുറക്കുന്നുണ്ട്. അതുവഴി കുറച്ച് ജീവികൾ അകത്തോട്ട് കയറുമ്പോൾ ജോൺ അവിടെ നിന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഒരു ജീവിനെ അടിച്ച് കൊന്നു കളയാണ്. പക്ഷെ വേറെ കുറെ ജീവികൾ അകത്തോട്ട് കയറി വരുന്നുണ്ട്. ജോൺ ചെയ്തത് മണ്ടത്തരമാണ്. പക്ഷെ ജോൺ എത്രയും പെട്ടെന്ന് തന്നെ ഓടിയിട്ട് ടണലിൽ വന്ന് അവിടെ തന്നെ വലിയൊരു ഡോറുണ്ട്, അത് അടയ്ക്കുകയാണ്. അത് അടച്ചതും കുറെ അധികം ജീവികൾക്കൊന്നും അകത്തോട്ട് കയറി വരാനായിട്ട് സാധിക്കുന്നില്ല. ടണലിന്റെ അകത്തോട്ട് കയറി വരാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. നടന്ന് രാത്രിയാവുന്നുണ്ട്. രാത്രി ആ മരുഭൂമിയിലൂടെ അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പയ്യനാണെങ്കിൽ സൈഡിലായിട്ട് ഒരു വലിയ പക്ഷി, അതായത് ആ ഭീകര പക്ഷി അവിടെ അങ്ങനെ അനങ്ങാ പാറ പോലെ നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അവൻ പതിയെ ആ മൃഗത്തിനടുത്തോട്ട് അങ്ങനെ നടന്നു ചെല്ലുകയാണ്. ബാക്കിയുള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ട്. പയ്യനോട് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് പറയും. എന്തുകൊണ്ടാണ് ആ ജീവി അങ്ങനെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അത് ചത്തോന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരീക്ഷിക്കാനായിട്ട് നിൽക്കുന്നില്ല. പയ്യൻ അവിടെ നിന്ന് മാറിയതും മറ്റേ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അതിനെ തൊടാനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ പയ്യൻ പെട്ടെന്ന് തന്നെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ബാ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പഴുതാര പോലത്തെ ജീവി ആ ഗേൾ ഫ്രണ്ടിന്റെ കാലിൽ വരഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ട് ഗേൾ ഫ്രണ്ടിനെ ഒരു കുഴിയിലോട്ട് വലിച്ചു പിടിക്കുന്നുണ്ട്. അവിടെ തന്നെ വലിയൊരു ജീവിയുണ്ട്, അതിന്റെ നാക്കാണത്. ഗേൾ ഫ്രണ്ടിനെ വലിച്ചെടുത്തോണ്ട് പോകാൻ നേരത്ത് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ, അതായത് പയ്യനാണെങ്കിൽ ഓടി വന്ന് ആ പെൺകുട്ടീനെ പിടിക്കുന്നുണ്ട്. പക്ഷെ പയ്യനെ കൂടെ വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ജോൺ ആണെങ്കിൽ ഓടി വന്ന് ആ പെൺകുട്ടീനെ എടുത്തോണ്ട് ഓടുകയാണ്. ലോറയാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് ആ ജീവിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ഏറ്റതും ആ ജീവി കുറച്ച് നേരത്തേക്ക് കുഴിയിലോട്ട് മടങ്ങി പോവാണ്. ഈ ഒരു സമയം അവർ മുതലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ പട്ടാളക്കാരന്റെ കൈ കാണിക്കുകയാണെങ്കിൽ പട്ടാളക്കാരന്റെ കയ്യിൽ ആ ജീവികൾ എപ്പോഴും ആക്രമിച്ച് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പട്ടാളക്കാരൻ ആ ഒരു കാര്യം ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്നില്ല, അത് മറച്ചു വയ്ക്കുകയാണ്. ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഈ പട്ടാളക്കാരനെ ഉപേക്ഷിച്ചാലോ, അതുകൊണ്ടാവാൻ പറയാത്തത്. അങ്ങനെ ഇവരെല്ലാരും കൂടെ നടന്ന് ആ ഒരു സ്ഥലത്തെത്തുകയാണ്, അതായത് കാർ ഒതുക്കിയിട്ടേക്കുന്ന സ്ഥലത്ത്. പക്ഷെ ഇവർ നടന്ന് രാവിലെ ആയിട്ടുണ്ട്. ഉറക്കമൊന്നും അവരുടെ കറക്റ്റ് ആയിട്ടൊന്നും അല്ല. എന്തായാലും ഇവർ നടന്ന് കാറിന്റെ അടുത്ത് ചെല്ലുകയാണ്. എല്ലാരും കാറിൽ കയറുന്നുണ്ട്. പക്ഷെ കാറിൽ കയറുന്ന നേരത്ത് അങ്കിളിന്റെ ഭാര്യയുടെ മുഖത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ വൈറസ് ബാധിച്ചതുപോലെ. ഇപ്പൊ അങ്കിളിന്റെ ഭാര്യ കാറിൽ കയറിയല്ലോ, എന്നാൽ അങ്കിളിന്റെ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഭാര്യ പെട്ടെന്ന് തന്നെ തട്ടിപ്പറിക്കുകയാണ്. പുറത്തോട്ടിറങ്ങി നടന്നു പോകും. അങ്കിള് പിന്നാലെ ചെല്ലും, പോവല്ലേ എവിടെ പോവാണെന്ന് ചോദിച്ചിട്ട്. ഈ ഭാര്യ ആണെങ്കിൽ തോക്കെടുത്ത് സ്വന്തം തലയിലോട്ടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്കിളാണെങ്കിൽ സമാധാനപ്പെടുത്തി എങ്ങനെയൊക്കെ ചാടി വീണ് ആ തോക്ക് തട്ടിപ്പറിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭാര്യ പറയുന്നത് കേൾക്കുന്നില്ല. പതിയെ അവിടെ നിന്ന് നടന്നു പോവാണ്. പക്ഷെ ആ നേരം കൊണ്ട് കുറെ അധികം ജീവികൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പൊ ജോൺ ആണെങ്കിൽ വന്നിട്ട് ആ ജീവികൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്കിളിനെ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പട്ടാളക്കാരനാണ് വണ്ടി ഓട്ടിക്കാനായിട്ട് പോകുന്നത്. വണ്ടിയുടെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. പിന്നെ അങ്കിളിന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ലേ. നേരത്തെ ജീവി കടിച്ചു, എന്തോ ഒരു വൈറസ് ബാധിച്ചു. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ഇപ്പൊ അവര് സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അല്ല. അതുകൊണ്ടാണ് അബ്നോർമൽ ആയിട്ട് പെരുമാറിയത്. ഇപ്പൊ ആ ജീവികൾ എന്തായാലും ആന്റീനെ കൊന്നു കളഞ്ഞാണ്. എന്തായാലും എങ്ങനെയൊക്കെ ഇവർ ആ ജീവികളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇവരങ്ങനെ രക്ഷപ്പെട്ടിട്ട് നേരെ ചെല്ലുന്നത് ആ ഒരു മൈനിങ് സ്റ്റേഷനിലാണ്. അവിടെ തന്നെ അവർക്ക് ഒളിച്ചിരിക്കാനായിട്ട് കുറെ അധികം സ്ഥലങ്ങളുണ്ട്. ഈ ജീവികള് അവിടെ നിന്നാണ് വന്നത്. അപ്പൊ കുറെ അധികം ജീവികളൊന്നും അവിടെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒളിക്കാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. അവിടെ തന്നെ കുറെ അധികം പട്ടാളക്കാർ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ വന്നത്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു പട്ടാളക്കാരും ഇല്ല. എല്ലാവരും വണ്ടിയിൽ നിന്ന് പതിയെ പുറത്തോട്ടിറങ്ങി ആ ബിൽഡിങ്ങിനുള്ളിലോട്ട് കയറി പോവാണ്. പിന്നെ മറ്റേ പട്ടാളക്കാരനെ വിശ്വാസം
ആയതുകൊണ്ട് തന്നെ ജോൺ ആണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ആ ഒരു കെട്ട് അഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നല്ലേ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ ഒരാളെ കെട്ടിയിടുന്നത് ശരിയല്ല. എന്തായാലും അവർ ബിൽഡിങ്ങിനുള്ളിൽ കയറി നോക്കുമ്പോൾ ആരെയും കാണാനായിട്ടില്ല. അതുപോലെ ഗേൾ ഫ്രണ്ട് നോക്കുമ്പോൾ അങ്കിളിന്റെ മുതുകത്തായിട്ട് മുറിവ് പറ്റിയിരിപ്പുണ്ട്. ഇപ്പൊ അങ്കിളിന്റെ മുറിവ് ഒന്ന് വെച്ച് കെട്ടണം. അതുപോലെ തന്നെ ഇവിടുത്തെ കറണ്ട് ഓൺ ആക്കണം. അതിന് പോവാൻ പോകുന്നത് നമ്മുടെ ജോണും അതുപോലെ പട്ടാളക്കാരനുമാണ്. ബാക്കിയുള്ള ആൾക്കാർ പയ്യൻ, അതുപോലെ ഗേൾ ഫ്രണ്ട്, ലോറ, അങ്കിള്, ഇവര് നാലുപേരും കൂടെ വേറെ സ്ഥലത്ത് പോയിട്ട് അങ്കിളുടെ മുറിവ് പരിപാലിക്കും. അതുപോലെ ലോറയ്ക്കാണെങ്കിൽ ഇപ്പൊ ജോണിനോട് ചെറിയ സ്നേഹമുണ്ട്, സൂക്ഷിച്ചു പോണേന്ന് പറഞ്ഞിട്ട് അവനൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പട്ടാളക്കാരനും ജോണും കൂടെ അവിടുന്ന് കറണ്ട് ഓണാക്കാനായിട്ട് പോകുന്നുണ്ട്. ജോണിന് ഈ കറണ്ടിനെ പറ്റിയൊക്കെ അറിയാം. അങ്ങനെ പട്ടാളക്കാരനും അതുപോലെ തന്നെ ജോണും കൂടെ ആ മെയിൻ സ്വിച്ച് ഉള്ള സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് അവിടുത്തെ സ്വിച്ച് എല്ലാം പരിശോധിച്ചിട്ട് ജോൺ ഓരോ സ്വിച്ചായിട്ട് ഓണാക്കുമ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഈ കറണ്ട് ബാക്കിയുള്ള ടീംസ്, അതായത് ലോറയൊക്കെ നിൽക്കുന്ന സ്ഥലത്തും കറണ്ട് ചെല്ലുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ് കത്തുകയാണ്. ഇപ്പൊ കറണ്ട് വന്നല്ലോ, അതുകൊണ്ട് തന്നെ പട്ടാളക്കാരനും ജോണും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പട്ടാളക്കാരന്റെ തലയിൽ എന്തോ വന്ന് വീഴുന്നുണ്ട്. പതിയെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അയാളുടെ രക്തമാണ് പട്ടാളക്കാരന്റെ തലയിൽ വന്ന് വീണത്. ഇവിടെ ജീവികൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഓടിയിട്ട് ലോറയുടെയും അങ്കിളിന്റെയും പയ്യന്റെയും ഗേൾ ഫ്രണ്ടിന്റെയും അടുത്ത് വരികയാണ്. എന്തായാലും ഇവരെല്ലാം ഉള്ളത് ഒരു റൂമിലാണ്. ആ റൂമിൽ സുരക്ഷിതമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ തന്നെ കുറേയധികം ജീവികളുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതായത് ഓട്ടോമാറ്റിക് ഡോറായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ പോകാൻ ഈ പട്ടാളക്കാരൻ പറയും. എല്ലാവരും കൂടെ കുറേയധികം ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ആ സ്ഥലത്തോട്ട് പോവാണ്. പേടിച്ചിട്ടാണ് പോകുന്നത്. എപ്പോ വേണമെങ്കിലും ആ ജീവികളെ ഒന്ന് ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോഴായിരിക്കും പട്ടാളക്കാരനെ എന്തോ ജീവി വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ജോൺ അതിന് നേരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ കറക്റ്റായിട്ടൊന്നും കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരന്റെ ആ തോക്ക് കൊടുക്കുകയാണ്. പട്ടാളക്കാരൻ ആ ജീവിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പട്ടാളക്കാരൻ പിന്നീന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ആ ജീവിക്ക് അത് ഏറ്റു. അത് ചത്ത് താഴെ വീഴാണ്. അതുപോലെ തന്നെ ഈ ശബ്ദം കുറേയധികം ജീവികൾ താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. അതെന്തായാലും അവരെ ആക്രമിക്കാനായിട്ട് വരും. അതിപ്പോ അവർക്ക് മനസ്സിലായി. ഇപ്പൊ പട്ടാളക്കാരനാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ്. ഓടി ഇവര് സുരക്ഷിതമായിട്ടിരിക്കാന്ന് പ്ലാൻ ചെയ്ത ഒരു റൂമിൽ ചെന്ന് ഡോർ അടയ്ക്കും. കാരണം അങ്ങേർക്ക് എങ്ങനെയൊക്കെ കടി ഏറ്റിട്ടുണ്ട്. അങ്ങേരും സ്വയബോധം ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അപകടം വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഇയാൾക്ക് പുറത്ത് നിന്നൂടെ? അത് ഇങ്ങനെ ചെയ്തില്ല. ബാക്കിയുള്ള ആൾക്കാരെ സുരക്ഷിതമായിട്ട് ആ ഒരു ഡോറിനുള്ളിൽ വെക്കുന്നതിന് പകരം ഇങ്ങനെയാണെങ്കിൽ അകത്ത് കയറി ഡോർ അടച്ചു. ഇപ്പം ജോണും ബാക്കിയുള്ള ആൾക്കാരും അവിടെ നിൽക്കുമ്പോൾ ഇനി അവിടെ നിൽക്കുന്ന സുരക്ഷിതമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരവിടെ നോടാനായിട്ട് തുടങ്ങും. ഓടി ഒരു സ്ഥലത്ത് വരുമ്പോൾ ജോൺ നോക്കുമ്പോൾ കുറേയധികം പൈപ്പ് ഇവരുടെ മുകളിലൂടെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ജോണിനൊരു ഐഡിയ തോന്നും. ഈ ജീവികൾക്ക് ഉപ്പ് പേടിയാണ്. 15 വർഷം മുമ്പ് വന്നപ്പോഴും ഉപ്പ് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൈപ്പിൽ ഉപ്പ് വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആവശ്യം വരുമ്പോൾ തുറന്നു വിട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ജോൺ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് മോനെ വന്ന് കാണും. മോനോട് പറയും അമ്മേനെയും ഗേൾ ഫ്രണ്ടിനെയും നല്ല രീതിയിൽ നോക്കിക്കോണമെന്ന്. അതുപോലെ തന്നെ അങ്കിളിനോടും പറയുന്നുണ്ട് എന്റെ കുടുംബത്തിനെ സുരക്ഷിതമായിട്ട് വെക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ലോറയാണെങ്കിൽ വന്ന് ജോണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. ലോറയ്ക്ക് ജോണിനോട് ഇപ്പം സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ജോൺ ആണെങ്കിൽ അവിടുത്തെ ഏണി വഴി കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ ഇവർ കയറി വന്ന സമയത്ത് അവിടുത്തെ ഒരു ഡോർ അടച്ചു കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് കുറേയധികം ജീവികൾ ഇട്ട് കൊട്ടാനായിട്ട് തുടങ്ങും. അത് പൊളിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ജോൺ ആണെങ്കിൽ ആ വെള്ളം മാറ്റി വിടേണ്ട സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് ഉപ്പ് വെള്ളം നിറയ്ക്കേണ്ട സ്ഥലത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ടാങ്കിൽ ഉപ്പ് വെള്ളം അടിച്ചിടണം. പിന്നെ ഇത് മൈനിങ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഉപ്പ് വെള്ളം കിട്ടും, ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഒരു പൈപ്പ് തിരികെയാണ്. ജോൺ നോക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു ജീവി ഏതോ ഒരു മനുഷ്യനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോൺ പതിയെ ആ മൃഗം അറിയാതെ ആ പൈപ്പ് തുറന്നു വിടുകയാണ്. അങ്ങനെ ആ ടാങ്ക് ഫുൾ ആവുകയാണ്. പക്ഷെ ജോൺ നോക്കുമ്പോൾ ആ മൃഗം അവിടെ നിന്ന് മനുഷ്യനെ തിന്നുകയല്ലേ. അതുകൊണ്ട് തന്നെ പതിയെ അവിടെ ഒരു വെന്റ് ഉണ്ടായിരുന്നു. ആ വെന്റിലൂടെ വലിഞ്ഞു കയറാനായിട്ട് തുടങ്ങും. ആ വെന്റിലൂടെ കയറി പോകുമ്പോൾ ഈ ഒരു മൃഗമാണെങ്കിൽ നമ്മുടെ ജോണിന്റെ പിന്നാലെ വരുന്നുണ്ട്. ജോണിന്റെ കാലിൽ പിടിയാണ്. പക്ഷെ ജോൺ എങ്ങനെയൊക്കെ അതിനെ തള്ളി മാറ്റുകയാണ്, അതിനെ ചവിട്ടി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജോണിന്റെ ഒരു കുപ്പി ഉപ്പുണ്ടായിരുന്നു. അത് അങ്കിളിന്റെ വീട്ടിൽ നിന്ന് എവിടെ നിന്നോ കിട്ടിയതാണ്. ആ ഉപ്പ് എടുത്തിട്ട് ആ ഒരു മൃഗത്തിന് നേരെ വലിച്ചെറിയുമ്പോൾ അത് വെറും ചാരമായിട്ട് മാറുകയാണ്. ആ ജീവികൾക്ക് ഉപ്പ് പറ്റില്ല. ഇതേ നേരം തന്നെ അങ്കിളിനെയും ലോറേനെയും അതുപോലെ പയ്യനെയും ഗേൾ ഫ്രണ്ടിനെയും കാണിക്കുകയാണെങ്കിൽ ഇവരവിടെ നിൽക്കുന്ന നേരത്ത് ഏതോ ഒരു ജീവി അവരെ ആക്രമിക്കാനായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നോടാനായിട്ട് തുടങ്ങി. എന്നാൽ ഇപ്പം നമ്മുടെ ജോൺ ആണെങ്കിൽ അവിടെ വന്ന് നോക്കുമ്പോൾ ഇവരെയൊന്നും കാണാനായിട്ടില്ല. അവരെവിടെ പോയെന്ന് ജോണിന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പം മറ്റേ ടീംസ് ആണെങ്കിൽ, അതായത് ലോറയും പയ്യനും അങ്കിളും കൂടെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവരെ ആക്രമിക്കാനായിട്ട് കുറേയധികം ജീവികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഡോറൊക്കെ തകർത്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ മൈക്ക് സെറ്റ് വഴി നമ്മുടെ ജോൺ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, കുറേയധികം ജീവികൾ ഉണ്ടെങ്കിൽ അവിടുത്തെ അലാറം ഓൺ ആക്കിയാൽ മതിയെന്ന്. ഫയർ അലാം ഉണ്ട്, അത് ഓൺ ആക്കിയാൽ മതി. എന്തിനാണെന്നല്ലേ കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഫയർ അലാം ഓൺ ആക്കണമെങ്കിൽ അവിടെ ഒരു ജീവിയുണ്ട്, അതിന്റെ പിന്നിലായിട്ടാണ് അലാമിന്റെ സ്വിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്കിളാണെങ്കിൽ അവിടെ നിന്ന് വലിയൊരു കോടാലി എടുക്കുന്നുണ്ട്. ആ കോടാലി എടുത്തിട്ട് കുറേയധികം ജീവികളെ വെട്ടിമാറ്റി മുമ്പിലോട്ട് പോവാണ്. എന്നാൽ അങ്കിളിനെ കുറേയധികം ജീവികൾ വന്ന് പിടിക്കുന്നുണ്ട്. ലോറ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നുമില്ല. പക്ഷേ ഈ നേരം കൊണ്ട് അങ്കിളാണെങ്കിൽ അവിടുത്തെ ഫയർ അലാമിന്റെ സ്വിച്ച് ഞെക്കുകയാണ്. അങ്ങനെ സ്വിച്ച് ഞെക്കിയതും അവിടുത്തെ ഫയർ അലാം ഓൺ ആവുന്നുണ്ട്. കുറേയധികം വെള്ളത്തുള്ളികൾ താഴോട്ട് വീഴുന്നുണ്ട്. ആ വെള്ളത്തുള്ളികളിലെല്ലാം ഉപ്പുണ്ടായിരുന്നു. കാരണം നേരത്തെ നമ്മുടെ ജോൺ നിറച്ച ഉപ്പ് വെള്ളമാണ്. ആ ഉപ്പ് വെള്ളം ഈ
ജീവികളുടെ ദേഹത്ത് വീണതും എല്ലാം കൂടെ ചാരായിട്ട് മാറുകയാണ്. അതിനൊന്നും ഉപ്പ് പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ അങ്കിളാണെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയധികം മൃഗങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചതല്ലേ. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ കടിച്ചു തിന്നുകയാണ് ചെയ്യുന്നത് മനുഷ്യരെ. എന്തായാലും പുറത്ത് കാണിക്കുവാണെങ്കിൽ സൂര്യഗ്രഹണം അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൂര്യഗ്രഹണം അവസാനിക്കുമ്പോൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കുറേയധികം പക്ഷികളും അല്ലാത്ത ജീവികളും എല്ലാം കൂടെ തിരിച്ചു വന്ന് അവർ വന്ന വഴിയിലൂടെ കയറിപ്പോവാണ്. അതായത് ഈ മൈനിങ് സ്റ്റേഷനിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ട് എല്ലാം കൂടെ ഇറങ്ങി പോവാണ്. അടുത്ത 15 വർഷത്തിന് ശേഷം സൂര്യഗ്രഹണം വരുമ്പോൾ ഇതൊക്കെ വീണ്ടും വരും. ഇത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നടക്കും. ഇപ്പം നമ്മുടെ ലോറയും അതുപോലെ തന്നെ പയ്യനും ഗേൾഫ്രണ്ടും കൂടെ ജോണിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ട് ഓടും. അങ്ങനെ ഓടുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ പട്ടാളക്കാരൻ, നേരത്തെ റൂമിൽ കയറി ഡോറടച്ച പട്ടാളക്കാരൻ തോക്കെടുത്ത് അവരുടെ മുമ്പിലോട്ട് വരുന്നത്. പക്ഷെ അയാൾക്ക് ഒരുപാടധികം രോഗം ബാധിച്ചിട്ടുണ്ട്. അയാളാണെങ്കിൽ തോക്കെടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പയ്യന്റെ ഷോൾഡറിലാണ് ഷൂട്ട് ഏൽക്കുന്നത്. അവൻ കുഴഞ്ഞ് താഴെ വീഴുമ്പോൾ ലോറയും ഗേൾഫ്രണ്ടും കൂടെ വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ വീണ്ടും ഈ പട്ടാളക്കാരൻ നമ്മുടെ പയ്യനെ ലോറേനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോൺ പിന്നിലൂടെ വന്ന് അങ്ങനെ ആക്രമിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് ഓടി കുടുംബത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ഇവരുടെ പിന്നിലൊരു ശബ്ദം കേൾക്കുന്നത്. പതിയെ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ പഴുതാര, അതും ഭയങ്കര വലിയൊരു പഴുതാര, അത് വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് പോവാണ്. പക്ഷെ അപ്പോഴായിരിക്കും പട്ടാളക്കാരൻ താഴെ കിടക്കുന്നത് ആ പഴുതാര കാണുന്നത്. ആ പഴുതാരയാണെങ്കിൽ പട്ടാളക്കാരനെ കടിച്ചു തിന്നാനായിട്ട് തുടങ്ങും. ഈ നേരം കൊണ്ട് ഇത് കണ്ട് പേടിച്ചിട്ട് അവരെല്ലാരും കൂടെ അവിടെ നോടി ഒരു റൂമിൽ വരികയാണ്. പക്ഷെ ആ പഴുതാരയും അവരുടെ പിന്നാലെ ഉണ്ട്. എന്നാൽ അവർ ഡോർ അടച്ചിട്ട് ആ റൂമിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്ന കുറെ കെമിക്കലും ഉപ്പും അങ്ങനെ കുറെ സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ടിന്നിലിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പഴുതാര ഡോറ് പൊളിച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെ ആ ടിന്നിലിരുന്ന സാധനം പഴുതാരിക്ക് നേരെ വലിച്ചെറിയും. അത് ചെന്ന് വീണിട്ട് ഒറ്റ പൊട്ടിത്തെറിയാണ്. അതിനകത്ത് കുറെ ഉപ്പുണ്ടായിരുന്നല്ലോ, അത് ഈ പഴുതാരയുടെ ദേഹത്ത് തട്ടിയിട്ട് പഴുതാര വെറും ചാരായി മാറിപ്പോവാണ്. എന്തായാലും ഇവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എല്ലാ ആൾക്കാരും കൂടെ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ജീവികളെല്ലാം കൂടെ തിരിച്ചു പോയിട്ടുണ്ട്. ഇനി അടുത്ത സൂര്യഗ്രഹണത്തിന് മാത്രമേ അതൊക്കെ പുറത്തോട്ട് വരത്തുള്ളൂ. എന്തായാലും ആ സിറ്റിയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതെല്ലാം തകർന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്നും കൂടെ നിർമ്മിച്ചു കൊണ്ടുവരണം. അടുത്ത 15 വർഷം കഴിയുമ്പോൾ വീണ്ടും തകരും. അതിനുള്ളിൽ ഈ മൈനിൽ എന്തെങ്കിലും ചെയ്താൽ മതി, ഇവിടുത്തെ കുഴി അടച്ചാൽ മതി. എന്തായാലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഭൂമിയിലെ പകുതിയിലധികം മനുഷ്യരും മരണപ്പെട്ടു എന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.